Good morning. I am Ajisha from MC4. Today I discuss about the topic is open interest. Open interest is the total number of outstanding contracts that are held by market participants at the end of each day. Interest measures the total level of activity into the future market. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസത്തിൻ്റെയും ഒരു മാർക്കറ്റിൽ ഓരോ ദിവസത്തിൻ്റെയും എൻഡിൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് കൈവശം വച്ചിരിക്കുന്ന കോൺട്രാക്റ്റുകളുടെ ടോട്ടൽ നമ്പേഴ്സിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഫ്യൂച്ചർ മാർക്കറ്റിലെ ടോട്ടൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ഇൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ ഓരോ ദിവസത്തിൻ്റെയും എൻഡിൽ പാർട്ടിസിപ്പൻസ് അവിടുത്തെ ട്രേഡേഴ്സ് കൈവശം വെച്ചിരിക്കുന്ന കോൺട്രാക്റ്റുകളുടെ ടോട്ടൽ നമ്പേഴ്സിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് രണ്ട് പാർട്ടീസ്, അതായത് രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു ബയ്യറോ അല്ലെങ്കിൽ സെല്ലറും ഈ ബയ്യറും സെല്ലറും ഒരു ന്യൂ ഇനീഷ്യേറ്റീവ് പൊസിഷൻ കമ്പനിയിൽ എടുക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മാർക്കറ്റിൽ ബയ്യറും സെല്ലറും ഒരു ന്യൂ ഇനീഷ്യേറ്റീവ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് ട്രേഡേഴ്സും ഒരു ക്ലോസ് ചെയ്തതോ അല്ലെങ്കിൽ ഓൾഡ് പൊസിഷനിൽ ആണ് ഓൾഡ് പൊസിഷനിൽ ആണെങ്കിൽ ഈ കേസിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ട്രേഡറും മാർക്കറ്റിലെ ഒരു ഓൾഡ് ട്രേഡറും അയാളുടെ പൊസിഷൻ ന്യൂ ട്രേഡർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ 3 സിറ്റുവേഷൻസാണ് പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് രണ്ട് പാർട്ടീസും ബയ്യറും സെല്ലറും ഒരു ന്യൂ ഇനീഷ്യേറ്റീവ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ രണ്ട് ട്രേഡേഴ്സും ഓൾഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ക്ലോസ് പൊസിഷനിലാണെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഓൾഡ് ട്രേഡർ അയാളുടെ പൊസിഷൻ ന്യൂ ട്രേഡർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇതാണ് 3 കേസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചർ. അതായത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ സെറ്റിൽമെൻറ്റ് മെയിനായിട്ട് 4 വേസിലാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ ഡെലിവറി, ദെൻ സെക്കൻഡ് വൺ ക്യാഷ് സെറ്റിൽമെൻറ്റ്, ആൻഡ് തേർഡ് വൺ ഓഫ്സെറ്റിംഗ് പൊസിഷൻ, ആൻഡ് ഫോർത്ത് വൺ എക്സ്ചേഞ്ച് ഫ്യൂച്ചേഴ്സ് ഫോർ ഫിസിക്കൽസ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് സെല്ലർ ഫ്യൂച്ചർ എക്സ്ചേഞ്ചിലേക്കും ആ ഫ്യൂച്ചർ എക്സ്ചേഞ്ചിലൂടെ ബയ്യർക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റംസാണ് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ബോണ്ടൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു മാർക്കറ്റിൽ റയറിലായിട്ടും യൂസ് ചെയ്യുന്ന സെറ്റിൽമെൻറ്റാണ് ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വണ്ണാണ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. എല്ലാ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളും ക്യാഷ് ട്രാൻസാക്ഷനിലൂടെ പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് എല്ലാ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളും സെറ്റിൽ ചെയ്യാം. ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ക്ലോസിംഗ് വാല്യൂ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള റെഫറൻസ് റേറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ പരിഹരിക്കുന്നതിനായിട്ട് ഈ ക്യാഷ് സെറ്റിൽമെൻറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വണ്ണാണ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് പോപ്പുലർ മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഓർ ക്ലോസിംഗ് ഫ്യൂച്ചേഴ്സ്. ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്നതിനുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ. ഇതിൽ സൈഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് കൂടിയാണ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്.
ദെൻ ഫോർത്ത് വണ്ണാണ് എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽസ്, അല്ലെങ്കിൽ EFP, എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽസ്. ഫിസിക്കലായ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലൂടെയുള്ള സെറ്റിൽമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ സിറ്റുവേഷനിൽ ഒറിജിനൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓപ്പോസിറ്റ് പാർട്ടീസിനിടയിൽ എക്സ്ചേഞ്ചിൽ നിന്നും പെർമിഷനോടെ ചേഞ്ച് ചെയ്യുകയും അതനുസരിച്ച് സെറ്റിൽ ചെയ്യുകയാണ് ഇവിടെ ഈ എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽസിലൂടെ ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിലെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുമ്പ് ഫിസിക്കൽ ഡെലിവറി നടത്തുന്ന കേസും അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന പ്ലേസ് മാറി വരുന്ന കേസൊക്കെ ഈ എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽസിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ്. നമ്മൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് ഉണ്ട്, അവരുടെ റോളാണ് പറയേണ്ടത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് റോൾ ഓഫ് ആർബിട്രേജേഴ്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് റോൾ ഓഫ് ഹെഡ്ജേഴ്സ് ആൻഡ് റോൾ ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. ഇതിൽ ഫസ്റ്റ് വൺ റോൾ ഓഫ് ആർബിട്രേജേഴ്സ്. ആർബിട്രേജേഴ്സിൻ്റെ റോളാണ് പറയുന്നത്. ക്യാഷ് മാർക്കറ്റ് അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളെ ലിങ്ക് ചെയ്യിപ്പിക്കാനാണ് ആർബിട്രേജേഴ്സ് ആവശ്യമാണ്. അതായത് ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളെല്ലാം ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ആർബിട്രേജേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. നമ്മൾ ഒരു കമ്പനിയിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരലാണ് ഈ ആർബിട്രേജേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓരോ ടൈമിലും ഡിഫറെൻറ്റ് മാർക്കറ്റിലും പ്രൊഡക്റ്റിലും ട്രേഡ് നടപ്പിലാക്കുന്നതിലൂടെ അവർ ഈ ഓപ്പർച്യൂണിറ്റീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് ട്രേഡ് ഉപയോഗിച്ചിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടെല്ലാം ഇത്തരത്തിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ മാർക്കറ്റിലെ അതർ പാർട്ടീസിൻ്റെ റോളുകളും ആർബിട്രേജേഴ്സും മൂലം സിമ്പിളാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആർബിട്രേജേഴ്സിൻ്റെ റിസ്ക് റിസ്ക് കുറവായിരിക്കും. റിസ്ക് ക്യാരി ചെയ്യിക്കാൻ വേണ്ടി ആർബിട്രേജേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ആർബിട്രേജേഴ്സും സ്പെക്കുലേറ്റേഴ്സും ലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സ്പെക്കുലേറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ആർബിട്രേജേഴ്സ് ആയാലും എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലിക്വിഡിറ്റി ഒരു പ്രൊഡക്റ്റിന് ബെറ്റർ പ്രൈസ് കണ്ടെത്താനും അതുപോലെ തന്നെ കോസ്റ്റ് ട്രാൻസാക്ഷൻ റെഡ്യൂസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ മാർക്കറ്റ് മാനിപ്പുലേഷൻ ലെസ് ചെയ്യിക്കാനൊക്കെ ഈ സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്പെക്കുലേറ്റേഴ്സിൻ്റെയും ആർബിട്രേജേഴ്സിൻ്റെയൊക്കെ റോൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് അതർ ടൈപ്സ് ഓഫ് പ്ലെയേഴ്സ് ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ്. നമ്മൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ കുറച്ച് പ്ലെയേഴ്സ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുകൂടാതെ ഈ ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സൊക്കെ കൂടാണ്ട് കുറച്ച് പ്ലെയേഴ്സ് കൂടിയും ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അവരാണ് സ്പ്രെഡേഴ്സ്, സ്കാൽപ്പേഴ്സ് ആൻഡ് ഡേ ട്രേഡേഴ്സ് ആൻഡ് പൊസിഷൻ ട്രേഡേഴ്സ്. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് സ്പ്രെഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡേഴ്സും സ്പ്രെഡുകളിലാണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. സ്പ്രെഡ് എന്ന് പറയുന്നത് രണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ പ്രൈസിലെ ഡിഫറൻസിനെയാണ് സ്പ്രെഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ പ്രൈസ് ഡിഫറൻസിനെയാണ് സ്പ്രെഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ സ്പ്രെഡ് പ്രൈസിലാണ് സ്പ്രെഡേഴ്സ് പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ തോതിലുള്ള പ്രോഫിറ്റ് നേടാനും ആ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാനെല്ലാം ഫ്യൂച്ചർ സ്പ്രെഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്കാൽപ്പേഴ്സ് എന്ന് പറയുന്നത്
സ്കാൽപ്പേഴ്സ് അവരുടെ പൊസിഷൻ നിലനിർത്തുന്നു. അതായത് ആ ഒരു കോൺട്രാക്റ്റിൽ ഏത് പൊസിഷനിലാണ് അവർ തുടരുന്നതെങ്കിൽ ആ പൊസിഷൻ അവർ അതേപോലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടാതെ വളരെ ചെറിയ പ്രൈസ് വേരിയേഷൻസിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഈ സ്കാൽപ്പേഴ്സും ശ്രമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ വേരിയേഷൻസ്, അതായത് പ്രൊഡക്റ്റിൻ്റെ ചേഞ്ചും അതുപോലെ തന്നെ മാർക്കറ്റിലെ ചേഞ്ചസ് കൊണ്ടുവന്ന് ചെറിയ പ്രൈസ് വേരിയേഷൻസിലൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഈ സ്കാൽപ്പേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഈ സ്കാൽപ്പിംഗ് എന്ന് എന്നാലും ഒരു വലിയ ട്രേഡുകളും റീസ്റ്റോർ ചെയ്യുകയും, അതായത് വലിയ വലിയ ട്രേഡുകൾ റീസ്റ്റോർ ചെയ്യും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാലും ഡേ ട്രേഡേഴ്സ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യുകയും അവരുടെ പൊസിഷൻ മാറ്റം ചെയ്യുന്നു. അതായത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും അതിനുശേഷം അവരുടെ പൊസിഷൻ ഇടയ്ക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് ഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പൊസിഷൻ ട്രേഡേഴ്സ്. പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു ദിവസത്തിൽ കൂടുതൽ പൊസിഷൻ നിലനിർത്തുന്നു. ഈ പൊസിഷൻ ട്രേഡേഴ്സ് ഒരു കോൺട്രാക്റ്റിൽ ഒരു ദിവസത്തിൽ കൂടുതൽ അവരുടെ പൊസിഷൻ നിലനിർത്തും. കാര്യമായ മൂവ്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത് വരെ അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യും. അതായത് കോൺട്രാക്റ്റിൽ കൂടുതൽ ഒരു മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും നടത്തുന്നത് വരെയൊക്കെ അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു. അത് പീരീഡായിട്ടും മന്ത്സൊക്കെ ആയിട്ടാണ് അവരുടെ പൊസിഷൻ മാറ്റുന്നത്. ഇതാണ് പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ മാർക്കറ്റിൽ ഉള്ള പ്ലെയേഴ്സാണ് ഫസ്റ്റ് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സും. ഇത് കൂടാതെ പറയുന്നതാണ് സ്പ്രെഡേഴ്സ്, സ്കാൽപ്പേഴ്സും ഡേ ട്രേഡേഴ്സ് ആൻഡ് പൊസിഷൻ ട്രേഡേഴ്സും. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരുന്നു ആദ്യം എടുത്തത്. ദെൻ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചറിൻ്റെ സെറ്റിൽമെൻറ്റ് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു. അതായത് 4 വേസിലാണ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്: ഫിസിക്കൽ ഡെലിവറി, ക്യാഷ് സെറ്റിൽമെൻറ്റ് ആൻഡ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ ആൻഡ് ഫൈനലി എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽസ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് റോൾ ഓഫ് ആർബിട്രേജേഴ്സാണ്. ആർബിട്രേജേഴ്സിൻ്റെ റോൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് അതർ ടൈപ്സ് ഓഫ് പ്ലെയേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന അതർ ടൈപ്സ്, അതായത് ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സും എല്ലാം കൂടാണ്ട് ഒരു ഫ്യൂച്ചർ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന മറ്റുള്ള പ്ലെയേഴ്സാണ് സ്പ്രെഡേഴ്സ്, സ്കാൽപ്പേഴ്സ് ആൻഡ് ഡേ ട്രേഡേഴ്സ് ആൻഡ് പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എടുക്കാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.